ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. പൊന്നു പ്രേക്ഷകരെ, വളരെ സർപ്രൈസ് ആയിട്ടുള്ള വലിയൊരു മഹാസത്യം വിളിച്ചു പറയാനാണ് വന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ സന്തോഷിക്കുന്ന ആ ഒരു സുന്ദര രാത്രി എത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ തുടങ്ങുകയാണ്. അതായത് നമ്മുടെ രമേശ് ചെന്നിത്തല തന്നെ ഏറ്റവും അവസാനം പരസ്യമായിട്ട് നമ്മുടെ രാഹുലിന് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ രമേശ് ചെന്നിത്തല പറയുന്ന ആ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരോട് ഒരു കാര്യം പറയുകയാണ്. എന്തായാലും പാലക്കാടിൽ വലിയൊരു ടിസ്റ്റ് തന്നെ നടക്കാൻ പോവുകയാണ്. ഏകദേശം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവിടെ മത്സരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നാലാളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഹൈപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. ദയവ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്, കയ്യിൽ നിന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു. കാരണം ഈ വീഡിയോ നാലാളിലേക്ക് എത്തിയാലേ നമ്മുടെ രാഹുലിനെ വന്ന, അതായത് മീഡിയാസ്, ഏഷ്യാനെറ്റും റിപ്പോർട്ടറും മനോരമയും തുടങ്ങിയ മീഡിയാസ് വെറുതെ പച്ചക്കള്ളം പറഞ്ഞിട്ട് ചില വാർത്ത കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് പൊളിക്കുകയാണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കുന്നത്. നമ്മുടെ രമേശ് ചെന്നിത്തല തന്നെ പറയുന്നുണ്ട്. അതൊക്കെ വെച്ച് തരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത കണ്ടു. രാഹുലിനെ വിമർശിക്കുന്നവർ റെനിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പറയുകയാണ്, രാഹുലിനെ ഒരിക്കലും കോൺഗ്രസിലേക്ക് എടുക്കൂല. രമേശ് ചെന്നിത്തല ഇനി അതായത് മരിക്കുന്ന ആയുസ്സുള്ളത്ര കാലം രാഹുലിനോട് സംസാരിക്കൂല. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും രാഹുലിനെ തിരിഞ്ഞു നോക്കൂല എന്നാണ് ചില യൂട്യൂബേഴ്സ് ഇന്നലെ പറഞ്ഞത്. എൻ്റെ ഫോട്ടോവും വെക്കുന്നുണ്ട്, ഞാൻ കള്ളം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അത് എന്ത് വേണമെങ്കിലും വെക്കട്ടെ, ആ യൂട്യൂബേഴ്സിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം കേൾക്കണം. അതിനുശേഷം അതിനെ ഞാൻ വിശദീകരിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അവിവാഹിതനായിട്ടുള്ള ഒരാൾക്ക് അത്തരം ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്നാണല്ലോ കോടതി പറഞ്ഞത്. ലീഗലി നിയമപരമായിട്ടപ്പോൾ അയാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷേ പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കുകയും ചെയ്യുന്നു. അത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യുക, അദ്ദേഹത്തിന്റെ ഭാഗം പറയുന്ന ഒരു ഇന്റർവ്യൂ സാർ കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാർട്ടി തീരുമാനത്തിനല്ലാതെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു വ്യക്തിത്തിന്റെ അഭിപ്രായം എന്താ? അല്ല, അത് ഞാനിപ്പോൾ അങ്ങനൊരു അഭിപ്രായം പറയാൻ താല്പര്യമില്ല. കാരണം ഓൾറെഡി അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനിയിപ്പം അത്തരം ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പറയാനാകില്ല. ഓക്കെ, ഇതിനിടയിൽ അദ്ദേഹമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഫോൺ സംസാരമോ എന്തെങ്കിലും? ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ. അത് ചങ്ങനാശ്ശേരിയിൽ NSS പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. ആളുകൾ പറഞ്ഞ് ഞാൻ കാണാതെ പോയി എന്നൊക്കെ പറയാൻ ശരിയല്ല. അന്നേരം ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചത്. ഓക്കെ, ഇതിലെന്താണ് ബ്രോ എന്ന് നിങ്ങൾ ചിലരെങ്കിലും ചോദിക്കും. അതിനുള്ള ഉത്തരം ഞാൻ തരാം. അതായത് ഇന്നലെ വരെ രാഹുലിനെ കുറിച്ച് രമേശ് ചെന്നിത്തലയോട് പറയുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞാൻ രാഹുലുമായിട്ട് ഒരു ബന്ധവുമില്ല, രാഹുലിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല, രാഹുൽ ഇങ്ങനെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ പറഞ്ഞ ചെന്നിത്തല ഇന്നലെ പറയുന്നത് നിങ്ങൾ കേട്ടോ? അതായത് ഞാനും രാഹുലും തമ്മിൽ സംസാരിച്ചു, പക്ഷേ വാർത്തയിൽ വന്നത് വ്യാജ വീഡിയോ എന്ന് രമേശ് ചെന്നിത്തല ഇവിടെ സമ്മതിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ രാഹുലുമായിട്ട് അടുപ്പമുണ്ടാക്കുന്നു കോൺഗ്രസ് എന്ന് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. വി.ഡി. സതീശൻ, അതായത് രമേശ് പിഷാരടി പാലക്കാടിൽ മത്സരിക്കുന്നു എന്ന് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ വി.ഡി. സതീശൻ പറയുകയാണ്, ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല, പാലക്കാടിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന് ഏറ്റവും അവസാനം പറയുമെന്നാണ് ഈ പറഞ്ഞ വി.ഡി. സതീശൻ പറഞ്ഞത്. അതിൻ്റെ ഒക്കെ അർത്ഥം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടും. നിങ്ങൾ നോക്കൂ, ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടിൽ മത്സരിപ്പിക്കുമെന്ന ഞെട്ടിക്കുന്ന വാർത്ത ഞാൻ നിങ്ങൾ കേൾക്കും. ഇത് ഞാൻ പച്ചക്കളവല്ല പറയുന്നത്, അവിടെ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമ്മുടെ രാഹുലിനെ പേടിയാണ്. അതായത് ഒരു കാര്യം പറയാം, കോൺഗ്രസ്സിന് വിജയിക്കണമെങ്കിൽ, കോൺഗ്രസ് അതായത് 100ൽ കുറയാത്ത സീറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുത്തേ മതിയാവൂ. നമ്മുടെ രാഹുൽ കോൺഗ്രസ്സിൽ ഇല്ലെങ്കിൽ അത് വലിയൊരു ഭീഷണിയാണ്. കാരണം രാഹുലിനെ വിമർശിച്ചിട്ട് ആരെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാലും, രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ താഴെ കമൻറ്റ് വരുന്നത് രാഹുലിന് സപ്പോർട്ടായിട്ട് മാത്രമാണ്. കേരളത്തിൽ 90% വരുന്ന ആൾക്കാർ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, 100 പേരോട് രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 95 പേരും പറയുന്നത് രാഹുൽ നല്ല മനുഷ്യനെന്നാണ്. അപ്പോൾ എങ്ങനെ കോൺഗ്രസ് ഇട്ട് കൊടുക്കാതിരിക്കും? ഒരു വാർത്തയുടെ ക്ലിപ്പും കൂടി ഞാൻ വെച്ച് തരാം. ബാക്കി രാഹുൽ വിഷയം ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുടെ ക്ലിപ്പ് വന്നിട്ടുണ്ട്. അതായത് വി.ഡി. സതീശൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിണറായി വിജയനെ കുറിച്ചിട്ട്. നമുക്ക് അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, പിണറായി വിജയന്റെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയല്ല.
ചാക്കിന് ഇപ്പോൾ കുറച്ച് വിലയുണ്ട്, പഴയ ചാക്കിന്. ഇതിനൊരു വിലയില്ല. കാരണം ഒന്നും ചെയ്യില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വിലയുണ്ടാവുന്ന വിശ്വാസ്യതയില്ല. സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്ക് വിശ്വാസ്യതയില്ല. 2021 പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ ഞങ്ങൾ 2500 രൂപയാക്കി. ഇല്ലേ? കുറെ പാവങ്ങൾ വോട്ട് ചെയ്ത്, അത്രയും നല്ല പെൻഷനല്ലേ. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കരുന്നു. മലയാളി എന്ത് ചെയ്ത് ആ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഇടുക്കിയിൽ എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ഒരാളുണ്ടല്ലോ, 1 2 3 ഇന്നലെ എന്നെ ചീത്ത വിളിച്ചു. കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാന്ന് പറഞ്ഞു. നല്ലതാന്ന് പറഞ്ഞില്ല, എന്റെ ഭാഗ്യം. അവ അദ്ദേഹം തെറി വിളിച്ചു വോട്ടർമാരെ, കൊള്ളരുതാത്തവന്മാര്, ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF വോട്ട് ചെയ്തെന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആശാനെ, അവര് കൊള്ളരുതാത്തവന്മാരല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാ. നിങ്ങൾ 5 കൊല്ലം പെൻഷൻ കൊടുക്കാന്ന് ഒരു പറ്റിച്ച് 2 മാസം പെൻഷൻ ഇലക്ഷൻ വന്നപ്പോൾ കൊടുത്തു. അവർക്കറിയാം നല്ല പെൻഷൻ അടുത്ത 5 കൊല്ലം കൊടുക്കേണ്ടത് UDF സർക്കാരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ UDF വോട്ട് ചെയ്ത്. ഒരു കാര്യം പിണറായി വിജയനോട് പറയുകയാണ്, എൻ്റെ പൊന്നു പിണറായി വിജയ, ഇത് UP അല്ല, ഗുജറാത്ത് അല്ല, തമിഴ്നാടല്ല, കർണാടകയല്ല, ഇത് കേരളമാണ് പിണറായി വിജയ. ഇവിടെ കേരളക്കാർക്ക് ബുദ്ധിയുണ്ട് പിണറായി വിജയ. ഒരു എക്സാമ്പിൾ പിണറായി വിജയനോട് പറയുകയാണ്. പിണറായി വിജയ 100 കോടി ചിലവഴിച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കുന്നു. വലിയൊരു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അതിൽ അഭിനയിപ്പിക്കുന്നു. ആ സിനിമ കൊള്ളില്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയാണെങ്കിലും 100 കോടി ചെലവഴിച്ചിട്ടാണ് ആ സിനിമ ഇറക്കുന്നതെങ്കിലും പിണറായി വിജയ, ആ സിനിമ കാണാൻ രസമില്ലെങ്കിൽ മലയാളികൾ പോവൂല പിണറായി വിജയ. അതാണ് കേരളം, അതാണ് കേരളത്തിലെ ജനങ്ങൾ. തെറ്റ് കണ്ടാൽ പോകൂല. നിങ്ങൾ പിണറായി വിജയന് 10 വർഷം ഭരിച്ചിട്ട് പിണറായി വിജയന്റെ ഈ പറയുന്ന കാലാവധി തീരുന്നതിന് വെറും 3-4 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ പിണറായി വിജയ 400 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ മലയാളികൾക്ക് ബുദ്ധിയുണ്ട് പിണറായി വിജയ. നീ നല്ലൊരു സർക്കാരാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു സർക്കാരാണെങ്കിൽ പിണറായി വിജയ, എന്തുകൊണ്ട് അധികാരത്തിൽ കയറിയ അന്ന് നിങ്ങൾ 400 രൂപ കൂട്ടിയിട്ടില്ല? അധികാരം തീരുന്നതിന് വെറും 4 മാസം ബാക്കി നിൽക്കെ എന്തിനാണ് നിങ്ങൾ 400 രൂപ കൂട്ടിയത് പിണറായി വിജയ? ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം തരണം പിണറായി വിജയ. നിങ്ങളൊക്കെ എന്താണ് വിചാരിച്ചത് പിണറായി വിജയ? ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണോ പിണറായി വിജയ നിങ്ങളൊക്കെ വിചാരിച്ചത്? അപ്പോൾ നമ്മുടെ രാഹുലിനെ പോലെയുള്ള ചങ്കൂറ്റത്തോടെയുള്ള നേതാക്കളാണ് ഇവിടെ വരുന്നത്. പിണറായി വിജയൻ ചെയ്യുന്ന തെമ്മാടിത്തരവും പിണറായി വിജയൻ ചെയ്യുന്ന വൃത്തികേടും വിളിച്ചു പറയുന്ന ഒരു MLA നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു MLA ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ പിണറായി വിജയന്റെ LDFകാരുടെ നെറികേട് വീണ്ടും വിളിച്ചു പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അല്ല, ഒരു വാർത്തയുടെ ക്ലിപ്പ് ഉണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അതേ ദൃശ്യങ്ങളാണ്. ആ പാനൂരിന്റെ മേഖലയിൽ ചുവന്ന പതാകയും മൂക്കിൽ കെട്ടി അല്ലെങ്കിൽ തലയിൽ കെട്ടിക്കൊണ്ട് മുഖം മറച്ചുകൊണ്ട് വടിവാളും എന്തി വീടുകളിലേക്ക് കയറിയാണ്. ഓരോ വീടുകളിൽ കയറിയാണ്. എന്തിനാണ്? വോട്ട് ചെയ്തു, UDF വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് പരാജയപ്പെട്ടു LDF, അതിന്റെ പേരിൽ ആക്രമണം അയച്ചു കൊടുക്കുകയാണ്. ഈ പരിപാടി CPM തുടരണം. ഇത് ഇങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. എവിടെ? ബംഗാളിലും ത്രിപുരയിലും. അവസാനം എവിടെ പോയി നിന്നു? അവസാനം പെരുമ്പാവൂരിൽ പറോട്ട അടിക്കുന്ന ആളായി ഏരിയ സെക്രട്ടറി മാറി. കാട്ടിലൊളിക്കേണ്ടി വന്നു ജില്ലാ സെക്രട്ടറി. എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ സഖാക്കന്മാരൊക്കെ അവസാനം ഇത് തുടർന്ന് അവസാനം കാട്ടിലൊളിക്കേണ്ട ഗതികേട് വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആ ദാർഷ്ട്യമാണ്. ഈ ദാർഷ്ട്യമുണ്ടല്ലോ നിങ്ങൾ ഈ തുടരുന്ന ദാർഷ്ട്യം, ഈ ദാർഷ്ട്യം നിങ്ങളുടെ അടിവേരടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഇവിടെ CPM തോറ്റു കഴിയുമ്പോൾ പറയുന്നത് എന്താ? ഒന്ന് കയ്യൂക്ക് കാണിക്കുന്നു, 2 MM മണി പറയുന്നു, ക്ഷേമം ഞങ്ങൾ വായിലായിട്ട് വെച്ച് തന്നില്ലേ, എന്നിട്ട് നന്ദികേട് കാണിക്കുക. ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? MM മണിയുടെ തറവാട് സ്വത്താണോ? ഇവിടെ സാധാരണ ആളുകൾ കരം കൊടുത്ത് അല്ലെങ്കിൽ നികുതി കൊടുക്കുന്നത് പല സ്കീമായി തിരിച്ചു കിട്ടുകയാണ്. അതൊക്കെ ഇവരുടെ എന്തോ ഔദാര്യമാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു സഖാവ് പറയാണ്, എനിക്ക് വോട്ട് ചെയ്യാത്ത SNDPക്കാരും എന്റെ വീട്ടിൽ കയറണമെന്ന്. നിങ്ങൾക്ക് നാണാവില്ലേ CPMകാരാ? ഇങ്ങനെ ജാതി മത വർഗീയ ശക്തികളുടെ ഓരോ ജാതി സംഘടന, ആ ജാതി സംഘടന വോട്ടും പ്രതീക്ഷയാണ് നിങ്ങൾ ഇരുന്നത്. കിട്ടാതെ വന്നപ്പോ പറയാണ് ആ SNDPക്കാരൻ എന്റെ വീട്ടിൽ കയറണ്ട, NSSകാരൻ വോട്ട് ചെയ്തില്ല കൂട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ 100% ശരിയല്ലേ ഇങ്ങനെയുള്ള വർത്താനം? ഇതാണ് കേരളം, ഇങ്ങനെയാണ് കേരളം ആവേണ്ടത്. പിണറായി വിജയന്റെ പാർട്ടിക്ക് വോട്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പിണറായി വിജയനെ വിമർശിച്ച് വീഡിയോ ഇടുമ്പോൾ എനിക്കെത്ര കോൾ വരുന്നുണ്ട്, എനിക്കെത്ര മെസ്സേജ് വരുന്നുണ്ട്. ഇത് ഇന്ത്യ രാജ്യമല്ല, ഇവിടെ എന്ത് പറയാനും എല്ലാവർക്കും അവകാശമുണ്ട്. ഞാൻ പിണറായി വിജയനെ വെറുതെ തെറി വിളിക്കുന്നില്ല.
പിണറായി വിജയൻ, അതായത് ഒരു കാര്യം പറയുകയാണ്, പിണറായി വിജയൻ ഞാൻ വേണ്ടാത്തെന്നിങ്ങനെ വിളിച്ച് പറയുന്നു. പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേട് ഞാൻ വിളിച്ച് പറയുന്നു. പിണറായി വിജയൻ പെൻഷൻ എന്തുകൊണ്ട് മുമ്പ് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ CPM ചില നേതാക്കൾ കത്തിയെടുത്ത് വരികയാണ്. കത്തിയെടുത്തുകൊണ്ട് കോൾ വിളിക്കുകയാണ്, നിന്നെ ഞാൻ തീർക്കും. ഇതൊക്കെ എന്താണ്? നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത്? പിണറായി വിജയൻ്റെ സർക്കാർ, പിണറായി വിജയൻ്റെ സഖാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത്? ഒന്ന് മനുഷ്യരായിട്ട് നിങ്ങളൊന്ന് നിൽക്കാൻ ആദ്യം പഠിക്കുക, അതിനുശേഷം കേരളം പിടിക്കാൻ നിങ്ങൾ നോക്കൂ എന്ന് പിണറായി വിജയനോട് ഞാൻ പറയുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ രാഹുലിന് നീതി കിട്ടണം. നമ്മുടെ രാഹുൽ എങ്ങാനും ഇപ്പോൾ കോൺഗ്രസ് സീറ്റ് കൊടുക്കും, അത് വേറെ സംഗതിയാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ സ്വതന്ത്രനായി നമ്മുടെ രാഹുൽ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ രാഹുലിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാം. കാരണം അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ്, പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ ഒന്ന് ഫ്രീ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പാലക്കാടിൽ പോയി നിങ്ങൾ നോക്കൂ. പാലക്കാടിൽ BJP-കാരോട് നിങ്ങൾ ചോദിക്കൂ, LDF-കാരോട് ചോദിക്കൂ, കോൺഗ്രസ്സുകാരോട് ചോദിക്കൂ, 3 പേരും ഒരേ ഉത്തരമാണ് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട് ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, UDF ആണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വേറെ LDF-കാരോട് പോയി ചോദിക്കുന്നു, എങ്ങനെയാണ് ഇങ്ങയുടെ ഭരണം എങ്ങനെയാണ്? അപ്പോൾ LDF-കാർ പറയും, അവൻ പക്കാ തറയാണ്, എത്രയും പെട്ടെന്ന് അവൻ പോവട്ടെ, ഞങ്ങൾക്ക് വോട്ടിടുമെന്ന് പറയും. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ പാലക്കാടിൽ പോയി ചോദിക്കുമ്പോൾ അവിടുത്തെ അമ്മമാർ പറയുന്നത്, ഞാൻ ഇന്നലെ വരെ BJP-ക്കാണ് വോട്ടിട്ടത്, പക്ഷേ രാഹുൽ മോന് നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാഹുലിനാണ് വോട്ടിടുന്നതെന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സ്നേഹം കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ അങ്ങനെ നോക്കിയത് കൊണ്ടാണ്. പാവങ്ങളെ സംരക്ഷിച്ച ഒരേ ഒരു നേതാവ് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാടുകാർക്ക്. മുമ്പ് ഷാഫി പറമ്പിലായിരുന്നു. ഷാഫി പറമ്പിലെല്ലാം ഒരു എക്സാമ്പിൾ പറയുകയാണ്, റോഡ് സൈഡിലൂടെ നിങ്ങൾക്ക് പാലക്കാടിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു 7:30-8 മണിയാകുമ്പോൾ റോഡ് സൈഡിലൂടെ പണിയെടുക്കാനായിട്ട് ചില അമ്മമാർ പോകും. ആ അമ്മമാർക്ക് താങ്ങായിട്ട് തണലായിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സഹായം ചെയ്യുകയാണ്. ആ പാവപ്പെട്ട അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ഇത്രയും വലിയ കള്ളക്കേസ് വരുമ്പോൾ നമ്മുടെ രാഹുൽ രക്ഷപ്പെട്ടു വരാനുള്ള ഏറ്റവും വലിയ കാരണം ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണ്. എനിക്ക് കുറേ അമ്മമാർ വിളിക്കലുണ്ട്, അത് രാഹുലിനെ കുറിച്ച് കുറേ സംസാരിക്കലുണ്ട്. അതായത് അത്രയും നമ്മുടെ രാഹുലിനെ സ്നേഹമാണ്. നമ്മുടെ രാഹുലിന് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് വെളുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ഈ ക്രീം വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടവർ ഒന്ന് ഓർഡർ ചെയ്താൽ മതി. ഓക്കെ.